ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് ഉപകാരമുള്ള ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് 2 ക്യാരറ്റും 1 ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൊലി നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് കളഞ്ഞെടുക്കാറുള്ളത്, അതല്ലെങ്കിൽ പീലർ ഉപയോഗിച്ചിട്ടോ. എന്നാൽ കത്തിയോ പീലറോ യൂസ് ചെയ്യാതെ കത്തി കൊണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു തവിയാണ്. തവി വെച്ചിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ എനിക്ക് തൊലിയൊക്കെ റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ കത്തി കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന അതേ ഫിനിഷിങ് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല കയ്യിൽ തട്ടുന്നുള്ള ടെൻഷനോ ഒന്നുമില്ല. ചെറിയ കുട്ടികൾക്കായാലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു ക്യാരറ്റ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തും ഞാൻ അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ക്യാരറ്റും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ എനിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ക്യാരറ്റ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ എനിക്ക് ആ ഒരു തൊലിയൊക്കെ റിമൂവായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ കത്തി വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന അതേ ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ അതേ ഫിനിഷിങ്ങിൽ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് നോക്കുക. അപ്പോൾ ഞാനിത് 3 എണ്ണം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ എനിക്ക് തൊലിയൊക്കെ റിമൂവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കഴിയാറായിട്ടുള്ള ഒരു ഓയിൽമെൻറ്റിൻ്റെ കവറാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറിലൊക്കെ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറിനുള്ളിലുള്ള പേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഓയിൻമെൻ്റ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. എന്നാൽ അതിൽ ഓയിൻമെൻ്റ് ഉണ്ട് താനും. ഇതേപോലെ തന്നെ കഴിയാറായിട്ടുള്ള പേസ്റ്റിൻ്റെ കവറിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലുള്ള പേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പേനയുടെ ഒരു ക്യാപ്പാണ്. അത് ഞാൻ ആ ഒരു ഓയിൻമെൻറ്റിൻ്റെ കവറിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കൈ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ക്യാപ്പ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. മറ്റേ കൈ വെച്ചിട്ട് ആ ഒരു ഓയിൽമെൻറ്റിൻ്റെ കവർ താഴോട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു അടിവശത്തുള്ള ഓയിൽമെൻറ്റ് മുഴുവനായിട്ട് മേലേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അടിവശത്ത് ഒട്ടും ഓയിൽമെൻറ്റ് ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഓയിൽമെൻറ്റും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടും വേസ്റ്റായിട്ട് പോവുകയില്ല. അടിവശത്തുള്ള പേസ്റ്റ് എല്ലാം മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പേനയുടെ ക്യാപ്പൊക്കെ വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി ടിപ്സ് ഉണ്ട്. 1-2 ടിപ്സുകൾ ഞാൻ ഇതിന് മുമ്പേയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലീപ്പിംഗ് വെല്ലാണ്. ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കത്തി പോവാറുണ്ട്. എന്നാൽ സാധാരണ കത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ സമയം നമുക്കൊന്ന് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. ഒരു സ്ലീപ്പിംഗ് വെല്ല് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാസ്ലിനാണ്. വാസ്ലിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരലിലാക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു സ്ലീപ്പിംഗ് വെൽസിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കത്തിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും തലപ്പത്ത് വരുന്ന ആ ഒരു ഭാഗം, അവിടെ ഞാൻ കുറച്ച് ഭാഗം ഈ വാസ്ലിനാക്കി കൊടുത്തിട്ടില്ല കേട്ടോ, പെട്ടെന്ന് കത്തി കിട്ടാനായിട്ട്. അപ്പോൾ അല്ലാത്ത വശത്ത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ വാസ്ലിനാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കത്തിച്ചെടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന സമയത്തിനേക്കാൾ കൂടുതലായിട്ട് ഇത് കത്തി തീരാനായിട്ട് എടുക്കും. ഞാൻ വാസ്ലിനൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് കെടുത്തി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പുകഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഏത് ഭാഗത്താണ് വെക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതൊന്ന് കുത്തി വെച്ചാൽ മതി. ആ ഒരു കുത്തുന്ന സ്മെല്ല് ഉണ്ടാവുകയില്ല, കൂടുതൽ സമയം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. വളരെ റിസൾട്ടുള്ളൊരു ടിപ്പുമാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. ഞാൻ പപ്പടക്കോലൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ് കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പപ്പടക്കോലോ ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം എടുത്താൽ മതി കേട്ടോ.
ഞാനിതാ ആ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. ഈ ഒരു ഇഞ്ചി നമ്മൾ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. മാത്രമല്ല നല്ല ഹാർഡായിട്ടുള്ള ഇഞ്ചി കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതേപോലെ ഞാൻ ഡയറക്റ്റ് തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാക്കരുത്, നമ്മുടെ കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, അത് അങ്ങനെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് ആ ചൂടായിട്ടുള്ള ഇഞ്ചിയിൽ ഞാൻ തേച്ച് കൊടുക്കുന്നത് വിക്സാണ്. വിക്സ് തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഇഞ്ചിയുടെ ചൂട് കാരണം ആ ഒരു വിക്സ് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ വിക്സ് ആ ഒരു ഇഞ്ചിയുടെ വശത്ത് ആക്കി കൊടുത്തതിന് ശേഷം തൊണ്ടവേദന കൊണ്ടോ കഫക്കെട്ട് കൊണ്ടോ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തൊണ്ടയിലോ അതല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹോം റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡി തന്നെയാണിത്. പക്ഷേ ആ ഒരു ചൂട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഇളഞ്ഞ ചൂടേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.